ചായ ഒന്ന് കിട്ടുവോ? ഇങ്ങനെ പേളം നിക്കണേ ചായല്ലേ പിന്നെ ചായ ഐസിട്ട് തരാന്നാ അതിന്റെ മോളെന്ന് അത് താഴോട്ട് പൊട്ടിക്കും. ചൂടല്ലേ മതിയാ. പിന്നെ നമ്മുടെ അച്ചുല്ലേ അച്ചു, എന്റെ ചിറ്റപ്പന്റെ മോൻ അച്ചു വിളിച്ചിട്ടുണ്ടായി. അവന് 2 കൂട്ടുകാരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. എന്തിനാ? വെറുതെ അവർക്ക് ഏതാണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്, കൂട്ടുകുടുംബം. അത് ചെയ്യാൻ വേണ്ടിട്ട്. എന്ത് പ്രോജക്റ്റ്? കൂട്ടുകുടുംബം. അവന് ഇവിടെ 2 ദിവസം വന്ന് നിക്കുന്നു. ഒന്നുമില്ല, അമ്മോടെ കൂടെ പറഞ്ഞു. അമ്മയടുത്ത് പറയാം. പിന്നെ എങ്ങനെയാണ് ഇത് കൂട്ടുകുടുംബാവണത്? നമ്മളെ അമ്മയും 2 പേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അവരൊക്കെ അവിടെ അല്ലേ. അവന് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും ഇത് കൂട്ടുകുടുംബാന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ എന്ന് പറയുമ്പോ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ഇതെങ്ങനെ കൂട്ടുകുടുംബാവണേ, നിനക്ക് എന്തിനാ ഇവിടുത്തെ പ്രോജക്റ്റ് എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? വരും. നോക്കട്ടെ, അമ്മോടെ കൂടെ പറഞ്ഞു കേട്ടോ. പറയാന്ന ആൾക്കാർ ഒരുപാട് പേര് നിന്നെപ്പറ്റി പരാതി പറഞ്ഞിട്ട് നിന്നെ ഞാൻ തിരിച്ചെടുത്ത് എന്താണെന്ന് അറിയാമോ? നിന്റെ ഭാര്യ വന്ന് എൻ്റെ തങ്കത്തിനെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ചോണ്ടാ. പലരും പുറത്ത് പറയുന്നുണ്ട് എന്നെ നീ സ്വാധീനിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ നീ എന്തായാലും എന്നെ കാല് വാരിയത് ഒട്ടും ശരിയായില്ല നടരായ. പിന്നെ എനിക്കറിയാം എന്നെ കാല് വാരിയിട്ട് എവിടെ ജയിക്കാൻ, പാർട്ടി പാനലൊന്ന് തോറ്റല്ലോ, അത് അങ്ങനെ വരുള്ളൂ. സത്യത്തിൽ നീ എന്തിനാണ് എന്നെ അന്ന് കാല് വാരിയത്? അതൊന്ന് പറ. പ്രധാനമന്ത്രിയാവാനാ? അതിലും നീ എന്നോട് പറഞ്ഞ ഞാൻ നിന്നെ പ്രധാനമന്ത്രി ആക്കൂലേ? ആദ്യം ഇപ്പൊ ഇരിക്കുന്ന പ്രധാനമന്ത്രി ഒന്ന് ഇറങ്ങട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ പ്രധാനമന്ത്രി ആക്കാം കേട്ടാ. ഒന്ന് നോക്കിക്കോണം, നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ നടരാജനെ തന്നെ നമുക്ക് അവിടെ ഇരുത്തണം. പിന്നെ ഇത് എന്റെ പുതിയ സെക്രട്ടറി, നീ പോയപ്പോ ഞാൻ അപ്പോയിന്റ് ചെയ്താ കോമളൻ, അറിയാലോ? ആ പിന്നെ എനിക്ക് 2 സെക്രട്ടറിമാരോടായിട്ട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുള്ളൂ. നടരാജോട് നിൽക്ക്, കോമളമ്പാ. ഇതിന്റെ പഴയ സെക്രട്ടറി ഒക്കെ ആണെങ്കിലും നീ ഒന്ന് കാര്യമായിട്ട് കണ്ണു വെച്ചോണം. ഞാൻ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളാണെങ്കിലും എനിക്ക് വിശ്വാസം നിന്നെ തന്നെയാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം. മതി അത് മതി. പിന്നെ നമുക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ കുറെ ആർക്ക് വായുവിളി ഓടിക്കാൻ പോണ്ട. നാളെ നോക്കണേ, നാളെ നോക്കുന്നേ, നോക്കി പേടിപ്പിക്കണോ? പെട്ടെന്നടാ പോയിടാ. കളിക്കരുത്, ആൾക്കാരുടെ നെഞ്ചത്ത് കയറ്റിയാണ് വണ്ടി ഓടിക്കുന്നത്. തട്ടിയ ദേഹത്തട്ടിയാ തട്ടിയാ കൂടത്തില്ല. ഞങ്ങള് ഇനി പോടാ ഇനി പോടാ. സാറേ, ആ പിള്ളേര് സാറിനെ വിളിച്ച കേട്ടാ പോടാന്ന്. എന്നെ പോടാന്ന് അവന്മാര് വിളിക്കില്ല, അത് നിങ്ങളെ ആരെങ്കിലും. എന്നാ പിന്നെ ഇയാളെ ഇരിക്കും. എന്നെ അങ്ങനെ വിളിക്കും, ഇയാൾ തന്നെയാണ്. അതിന്റെ പേരിൽ 2 കൂടെ ഇവിടെ തമ്മിലടിക്കണ്ട. നമ്മുടെ സത്യത്തില് അങ്ങോട്ടാ അല്ലേ? വേണ്ട, അവിടെ കച്ചറ പിള്ളേർ പോയിക്കണം, നമുക്ക് അങ്ങോട്ട് പോകട്ടെ. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് പോകാം. നല്ലത്. നമ്മുടെ കാര്യങ്ങൾ നോക്കി. വിളിച്ചത് നിങ്ങൾ തന്നെ കേട്ടോ, ഉറപ്പാ. വിളിച്ചത് ഈ അദ്ദേഹത്തിന് എന്നെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്നെ വിളിക്കൂല പിള്ളേരാ. മര്യാദയ്ക്ക് വരാൻ പറ്റില്ല. എന്നാ പോവാ. ഉരുണ്ട് വരാൻ ഭാഗ്യം. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. ഞാനോ? പിന്നെ ഹോസ്റ്റലില് ഫുഡൊക്കെ കഴിച്ച് ആകെ ക്ഷീണിച്ചു. ഇവനാ ക്ഷീണിച്ചു എന്ന് പറയണത്? പഴയ രൂപം എന്താണ്? നല്ല തക്കുടുവായിരുന്നേട്ടാ. എന്നെക്കാട്ട് കവളുണ്ടായിരുന്നു, ഇതൊക്കെ പോയി. ഇപ്പൊ നിന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് പറയണ്ട, കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അമ്മ വിളിക്കാറുണ്ടോ?
കൊറേ നാളായി വിളിച്ചിട്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി വിളിച്ചിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണം. വേണ്ട ചേച്ചി, അത് വേണ്ട. എന്താ അത് വേണ്ടാത്തെ? അമ്മയുടെ ഫോണ് കംപ്ലൈന്റ് ആയിരിക്കുക. വേണ്ട അത്. അല്ല ഇതാ ഇതാ ഇത് എന്റെ ഫ്രണ്ട് എബിൻ, ഇത് അമല്. ഇതല്ലേ നിന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞേ? അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ഇപ്പൊ എന്റെ അളിയനെയും പെങ്ങളെയും കാണണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം പെർമിഷൻ വേണം. മോശമല്ലല്ലോ, നിന്റെ അളിയനെയും പെങ്ങളെയും മാത്രം കണ്ടാ മതി, അമ്മൂമ്മയെ കാണണ്ടേ? സുന്ദരി അമ്മ പിന്നെ കാണണ്ടേ? ചുമ്മാ അമ്മ ഏതാണ്ട് പ്രോജക്റ്റ് ഉണ്ടെന്ന്. എന്ത് പ്രോജക്റ്റ്? പ്രോജക്റ്റ് ഈ വർത്തമാനകാലവും കൂട്ടുകുടുംബമായിട്ടുള്ള വർത്തമാനകാലവും കൂട്ടുകുടുംബവും. നല്ലത് നിന്റെ അവിടെ അല്ലേ, നിങ്ങളും ഭയങ്കര കൂട്ടുകുടുംബല്ലേ? എന്നാലും ഇവിടെ ആകുമ്പോ ഒരു എന്താ നമുക്ക് എഴുതാനുള്ള ഒരു മൂഡ് കിട്ടും. ചുമ്മാ അവന് അങ്ങനെ ഇറങ്ങി നടക്കണം, അത്രേ ഉള്ളൂ. ബാ മോനെ. ക്ലീറ്റോ ചേട്ടനും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് അറിയാതെ പറ്റിപ്പോയതാ. എന്തുപറ്റി? അറിയാത്ത ആളുകളെ നിങ്ങൾ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കടാ. ഉദ്ദേശം ഇത് ജമന്തിയുടെ കുഞ്ഞമ്മയുടെ മോനാണ്. ഓഹോ. അപ്പൊ അവര് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തോ പ്രൊജക്റ്റോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും പറഞ്ഞു. എന്താണ്ടായത്? എന്താ പ്രശ്നം? അതെ, ഇമാരെല്ലാം കുഴപ്പക്കാരന്മാരാ. അളിയ ഞാൻ മേളിൽ കൂടെ നടന്ന് വരുമ്പോ ഒരു ബൈക്ക് കൊണ്ട് തന്നെ വട്ടം ചുറ്റിട്ടേ ആ സൗണ്ടൊക്കെ ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഞാൻ എന്താ മര്യാദക്ക് പൊക്കടെന്ന് വെച്ചപ്പോ നീ അറിയാന്ന് പറഞ്ഞിട്ട് തല്ലിയില്ലാന്നേ ഉള്ളൂ. ഇതൊന്നും വേണ്ട. ഓട്ടെ, പിള്ളേരല്ലേ. എന്ത് പിള്ളേര്? നമ്മളും പിള്ളേരായതല്ലേ ഇപ്പൊ വളർന്ന് ഇത്ര ആയത്. എടേ, നീ യവന്മാരെ പ്രായത്തിൽ എന്തൊക്കെ കസർത്തുകൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? എന്താ ചെയ്യാത്ത? ആ സൈക്കിളായിട്ട് ആളുകളെ കൊണ്ടുപോയി കുത്തിച്ചിട്ടും തല്ലും പിടിയൊക്കെ എന്നും ഉണ്ടാവാറില്ലേ? അത് സൈക്കിളല്ലേ അളിയാ, സൈക്കിൾ പോലാണോ സ്കൂട്ടർ? പോട്ട്. പിന്നെ എന്തായാലും ആളി ഒന്ന് സൂക്ഷിച്ചോ, എല്ലാം വിളഞ്ഞ വിത്തുകളാ. സൂക്ഷിച്ചോ, നിനക്ക് കൊള്ളാം. നീ ചുമ്മാ പോ. ചുമ്മാ പോന്ന് പറയും. എനിക്കങ്ങോട്ട് അത്ര പന്തി തോന്നണില്ല. ഏട്ടാ, സമയായില്ല പോവാൻ. ഏട്ടാ വാ വാ, സമയായി. കൊള്ളാവടാ, നീ ഭയങ്കര ക്ഷീണിച്ചടാ ഇപ്പൊ. എന്താടാ ഇവൻ ചിരിക്കണേ? ഏട്ടാ, സമയായിന്ന്. കഴിക്കടാ അങ്ങോട്ട്. തുടങ്ങിയാ? എന്താ ദോശ നിങ്ങളെ കടിക്കുവോ? അവര് ഈ ഹോസ്റ്റലില് കഴിച്ച് ഹോട്ടലൊക്കെ ചുരുങ്ങി പോയി തോന്നണേ. അരിപ്പന്റെയോ? ഇവിടെ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മൊത്തം അവനെ കഴിക്കണത് തോന്നുന്നു. ഒന്നല്ല, അവനാകെ ക്ഷീണിച്ചിരിക്കുക പാവം. എന്താ നിങ്ങളുടെ എന്ത് പരിപാടി? അത് എന്ത് പ്രൊജക്റ്റാ? അതായത് കൂട്ടുകുടുംബവും. അപ്പൊ അതായത് ഇപ്പോഴെല്ലാം കൂട്ടുകുടുംബാണല്ലോ, പണ്ടൊക്കെ അണുകുടുംബാണല്ലോ. അതല്ല പഴയ കുളിമയൊക്കെ വെക്കുന്ന ടീംസില്ലേ, ഇപ്പൊ അല്ലെങ്കിൽ ചിതറി കിടക്കുമല്ലേ. പഴയ കാലത്താണ് കൂട്ടുകുടുംബവും, ഇപ്പൊ ആണെങ്കിൽ കുറവല്ലേ കൂട്ടുകുടുംബം. അതിനെ കുറിച്ചൊക്കെ അസൈൻമെന്റും. അല്ല, അതിനിപ്പോ ഈ കുടുംബം വെച്ച ആൾക്ക് ഇപ്പൊ ഇവിടെ എന്താണ്? അവരിപ്പോ കാണാനില്ലല്ലോ, അപ്പൊ അതെന്താണ് അങ്ങനെ ആയി പോയെന്നുള്ളൊരു തിരക്ക്. അതിന് ഇവിടെ കുടുംബം വെച്ചവരാളുള്ളത്? ഇവിടെ കുടുംബം വെച്ച ഒറ്റ ആളുള്ളത്. ഇവിടെ ദേഷ്യം വരുമ്പോൾ ഇവിടെ കുടുംബം പഴയ കുടുംബി അല്ലേ? ഏട്ടാ, എനിക്കറിയാം ഇവരെന്തൊക്കെയാ പറയുന്നത്. അത് തന്നെ. അവര് പഠിക്കണ കാര്യങ്ങൾ പറയുമ്പോ ഏട്ടന് മനസ്സിലാവില്ല. ഏട്ടൻ KCB-ലെ 2 കാര്യം പറഞ്ഞു നോക്കിയേ, അവർക്കും മനസ്സിലാവൂല. എന്തൊക്കെയാണ് വിശേഷം? KCB-യുള്ള വിശേഷമൊക്കെ ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയ നിന്റെ വീട്ടിൽ വിളിച്ചില്ലേ? അവൻ സമ്മതിക്കണില്ല വിളിക്കാൻ. അതെ, അമ്മയ്ക്ക് സസ്പെൻഷൻ. അല്ല, അമ്മയ്ക്ക് ഞാൻ സസ്പെൻസ് കൊടുക്കാന്ന്. സസ്പെൻസ് ആണ് നേട്ടാ. നിങ്ങൾ പറയണതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ തോന്നുന്നുണ്ടോ എനിക്ക്? എന്ത് കുഴപ്പം, പിള്ളേരല്ലേ.